ഇതെന്തായാലും വിവരാവകാശ നിയമം 2005 വരുന്ന കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാലോ. ഏത് നിയമപ്രകാരമാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ സ്ഥാപിതമായതെന്ന് ചോദിച്ചാൽ ഉറപ്പായും നമ്മൾ ഓടിപ്പോയി ആൻസർ പറയും RTA ആക്ട് 2005 പ്രകാരമാണ്. നമസ്കാരം, എല്ലാവർക്കും എൻട്രിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ലക്ഷ്മി DS. ഇന്ന് നമ്മള് കഴിഞ്ഞ LDC തിരുവനന്തപുരം എക്സാമിന് സുപ്രധാന നിയമങ്ങളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങളും ഇനി വരാൻ ചാൻസ് ഉള്ള ആ ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വരാൻ ചാൻസ് ഉള്ള കണക്റ്റഡ് ഫാക്ട്സുമാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോ ബാക്കിയുള്ള ജില്ലക്കാര്, തിരുവനന്തപുരം ജില്ലക്കാർ എന്തായാലും ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ടാകും. ഇനി അടുത്ത ഓരോരോ ജില്ലകളിലായിട്ട് എക്സാംസ് നടക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ അവരെല്ലാവരും ഒരു സ്റ്റാർട്ടിങ് എന്നോണം നിങ്ങള് ഉറപ്പായിട്ടും LDC തിരുവനന്തപുരത്തിന്റെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാവരും അനലൈസ് ചെയ്തിട്ടിരിക്കുന്നവരായിരിക്കും. ക്വസ്റ്റ്യൻസ് ഒരു തവണയെങ്കിലും വായിച്ച് നോക്കിയിട്ടിരിക്കുന്നവരായിരിക്കും അല്ലെ. അപ്പോ ചോദ്യം പൊതുവെ എല്ലാം ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള എല്ലാ സബ്ജക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളും ഒരുവിധം ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സോ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട് സമാധാനത്തോടെ ആയിരിക്കും ബാക്കിയുള്ളവർ ഇരിക്കുന്നത്. ഒരു പക്ഷേ ഇത് കുറച്ച് കട്ടിയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നുവെങ്കിൽ ഉറപ്പായും അങ്ങോട്ട് പോകുമ്പോഴും ബാക്കിയുള്ളവർക്ക് ഒരു ടെൻഷൻ മനസ്സിലുണ്ടായേനെ. ഒരു കാര്യം മനസ്സിലാക്കി വെച്ചിരിക്കുക, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഒരുപോലെ ആകണമെന്നില്ല. ചിലത് പാടാകാം, ചിലത് ഈസി ആകാം. അതെല്ലാം നമ്മുടെ ഒരു സമയം പോലെ ഇരിക്കും. ഓക്കെ, അപ്പൊ അതൊന്നും ഓർത്ത് പേടിക്കേണ്ട. നമുക്ക് പാടാണോ ഈസി ആണോ അതൊക്കെ വേറൊരു രീതിയാണ്. നമ്മളുടെ സൈഡിൽ നിന്നുള്ള ഒരു എഫേർട്ട് നമ്മൾ ഇടേണ്ടതായിട്ടുണ്ട് അല്ലെ. അപ്പോ ഈ ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ഇനി ബാക്കിയുള്ള ആൾക്കാര് പരീക്ഷ എഴുതാൻ പോകുന്നവര് ഉറപ്പായിട്ടും നോക്കിക്കൊണ്ട് പോകണം. അപ്പൊ നമ്മള് സുപ്രധാന നിയമങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ആദ്യമായിട്ട് നമ്മളൊരു ചോദ്യം നോക്കാനായിട്ട് പോവുകയാണ്. നോക്കാം, എന്താണ് ചോദ്യം? വിവരാവകാശ നിയമം 2005 പ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറിനെ നിയമിക്കുന്നത് ആരാണ്? ഈ ഒരു വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് നമ്മുടെ കേരള ഗവേണൻസിനകത്ത് വരുന്ന ഒരു ടോപ്പിക് കൂടിയാണ് അല്ലെ. വിവിധ കമ്മീഷനുകളെ പറ്റിയിട്ട് നമുക്ക് കേരള ഗവേണൻസിനകത്ത് പഠിക്കാനായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇമ്പോർട്ടന്റ് ആക്ട്സിനകത്ത് RTA ആക്ട് പഠിക്കുമ്പോൾ അതിനകത്തും വിവരാവകാശ കമ്മീഷനെ പറ്റിയിട്ട് പഠിക്കാനായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ പ്രദീപ് സാറിന്റെ ആ ഒരു ക്ലാസ്സസ് കണ്ടിട്ടുണ്ടെങ്കിൽ, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അദ്ദേഹം എടുത്തിട്ടുള്ള ക്ലാസ്സസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതിനകത്തും നമ്മൾ വിവരാവകാശ കമ്മീഷനെ പറ്റി, മനുഷ്യാവകാശ കമ്മീഷനെ ഒക്കെ പറ്റിയിട്ട് അവിടെയും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഓവറോൾ നമ്മൾ പല ക്ലാസ്സുകളിലായിട്ട് പല അധ്യാപകരുടെ സൈഡിൽ നിന്നും ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ പല രീതിയിൽ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പോ ആ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചത് ഇങ്ങനെയായിരുന്നു. അതും സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറിനെ നിയമിക്കുന്നത് ആരാണെന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ ഓപ്ഷൻസില് സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രി, സംസ്ഥാനത്തിലെ ഗവർണർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ് എന്നൊക്കെയായിരുന്നു ഓപ്ഷൻ ഉണ്ടായിരുന്നത്. ഇത് പഠിച്ചിട്ട് പോയവരാണെങ്കിലും ആരെങ്കിലും ഒക്കെ ഉറപ്പായിട്ടും ഇത് കൊണ്ടുപോയി തെറ്റിച്ചിട്ടുണ്ടായിരിക്കും. ഓടിപ്പോയി ചിലപ്പോ പ്രസിഡന്റ് ആണെന്ന്, മറ്റേ ആ ഒരു വേറെ കമ്മീഷനുകളൊക്കെ ഇങ്ങനെ പഠിച്ച് എല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്തിരിക്കുന്ന സമയത്ത് വീണ്ടും കൊണ്ടുപോയി തെറ്റിച്ചവരെ ഉറപ്പായിട്ടും ഉണ്ടാകും. ഓക്കെ, അപ്പോ ഇനിയെങ്കിലും ഇനി അങ്ങോട്ട് പോകുന്ന പരീക്ഷ എഴുതുന്നവരെങ്കിലും ഇതൊന്നും തെറ്റിക്കാതെ ഈ ഒരു ടോപ്പിക്ക്, വിവരാവകാശ കമ്മീഷൻ എന്നുള്ള ഈ ഒരു ടോപ്പിക്ക് നല്ല കൃത്യമായിട്ട് വെടിപ്പായിട്ട് ക്ലിയർ ആയിട്ട് പഠിച്ചിട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഓക്കെ, എവിടെ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാം. സോ ഇന്നത്തെ ക്ലാസ്സില് നമ്മള് ഈ ഒരു വിവരാവകാശ കമ്മീഷനെ പറ്റിയിട്ട് പഠിക്കാനായിട്ട് പോവുകയാണ്. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നില്ല, only important facts. ഓക്കെ, ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടന്റ് ഫാക്ട്സ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്നോടൊപ്പം തന്നെ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധിച്ച് പഠിച്ച് ഈ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ ആണോ? റെഡി ആണോ? അപ്പോ പോരെ, നമ്മൾ ആദ്യം നോക്കാനായിട്ട് പോകുന്നത് കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ പറ്റിയിട്ടാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ശ്രദ്ധിച്ച് പഠിച്ചിരിക്കേണ്ടുന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്കൊന്ന് ശ്രദ്ധിച്ച് പഠിക്കാം. എന്റെ കൂടെ തന്നെ അങ്ങ് പഠിച്ചു വന്നേ. ഇതെന്തായാലും വിവരാവകാശ നിയമം 2005 വരുന്ന കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാലോ. ഏത് നിയമപ്രകാരമാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ സ്ഥാപിതമായതെന്ന് ചോദിച്ചാൽ ഉറപ്പായും നമ്മൾ ഓടിപ്പോയി ആൻസർ പറയും RTA ആക്ട് 2005 പ്രകാരമാണ്. ഇനി
ആ നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമായത് എന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരം പറയേണ്ടത് ഏത് വകുപ്പാണ്? സെക്ഷൻ 12 ആണ്. ഓക്കെ, അപ്പോ ആർടിഐ ആക്ടിലെ സെക്ഷൻ 12 പ്രകാരമാണ് എന്ത് രൂപീകരിക്കുന്നത്? കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ പഠിച്ചേ. ഓക്കെ, ഇനി കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ എത്ര പേരുണ്ടാകാം? ഓക്കെ, നിയമത്തിൽ പറയുന്നത് ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ, മലയാളത്തിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർ എന്ന പദവി വഹിക്കുന്ന ഒരാളും അതോടൊപ്പം തന്നെ 10ൽ കവിയാത്ത വിവരാവകാശ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് എന്ത്? കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ. മനസ്സിലായോ? ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10ൽ കവിയാത്ത, 10ൽ കൂടാത്ത എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? മാക്സിമം 10 വരെ പോകാം. അതായത് 1 ആകാം, 2 ആകാം, 3 ആകാം, അങ്ങനെ 10 വരെ പോകാം. പക്ഷെ 10ൽ കൂടാൻ പാടില്ല. അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പൊ കഴിഞ്ഞ തവണ ചോദിച്ചപ്പോ ഓപ്ഷൻസില് 10, 11, 15 ഒക്കെ ആയിരുന്നു ഓപ്ഷൻ ഇട്ടിരുന്നത്. അപ്പൊ എത്ര പേര്, മാക്സിമം എത്ര പേരാകാം? 10 പേർ വരെ ആകാം വിവരാവകാശ കമ്മീഷണർമാർ. എന്നാൽ 10ൽ കൂടാൻ പാടില്ല എന്ന് മനസ്സിൽ പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, ക്ലിയർ ആണോ? ഈ 10നകത്ത് ഏത് നമ്പർ വേണമെങ്കിലും ആകാം. 10 തന്നെ വേണമെന്നല്ല ഈ നിയമത്തിൽ പറയുന്നത്. കുറെ പേര് അങ്ങനെ അങ്ങ് പഠിച്ചിട്ട് പോകും. 10 പേര്, ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ പ്ലസ് 10 പേര്, അങ്ങനെ 11 പേരെന്ന് പഠിച്ചിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കി വെച്ചിരിക്കുക, നിയമത്തിൽ പറയുന്ന കാര്യം എന്താണ്? 10ൽ കവിയാൻ പാടില്ല എന്നാണ്. അതായത് 7 ആകാം, 8 ആകാം, 9 ആകാം, 10 ആകാം. ഓക്കെ, എന്നാൽ 11 ആകാൻ പാടില്ല. അതാണ് ഇതിന്റെ അർത്ഥം. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി ഈ ആൾക്കാരെ എല്ലാം നിയമിക്കുന്നത് ആരാണ്? അത് രാഷ്ട്രപതിയാണ്. കഴിഞ്ഞ പരീക്ഷയ്ക്ക് സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ ചോദിച്ചാൽ ഇനി വരുന്ന പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ചോദിക്കാം, കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? ഈ ചോദ്യ പേപ്പറൊക്കെ ഇട്ടത് ഒരാൾ തന്നെയാണ്, അല്ലെങ്കിൽ 1-2 പേര് ആണെങ്കിൽ ഈ ഒരു ടോപ്പിക്കിൽ നിന്നും പലയിടത്ത് കൊണ്ടുപോയി ക്വസ്റ്റ്യൻ ഇട്ടു എന്ന് വരാം. ഓക്കെ, അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലുള്ള ഈ പറയുന്ന വ്യക്തികളെ എല്ലാം നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ആയതുകൊണ്ട് രാഷ്ട്രപതിയാണ്. അപ്പൊ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിൽ എത്ര പേരുണ്ട്? നമ്മൾ നേരത്തെ പഠിച്ചതാണ്, വിവരമാണ് അല്ലെ. അപ്പൊ വിവരമാകുമ്പോ 3 പേര് ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? രാഷ്ട്രപതിയുടെ അടുത്ത് പറയുന്നത് ഇന്നയാളെ നിയമിക്കൂ. അപ്പൊ ആ ശുപാർശ ചെയ്യുന്ന ആ കമ്മിറ്റിയിലെ 3 പേര് ആരൊക്കെയാണ്? കേന്ദ്രമാണെങ്കിൽ അവിടെ പ്രധാനമന്ത്രി ആയിരിക്കും ആ ഒരു ശുപാർശ കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ട് വരുന്നത്. പിന്നെ പ്രധാനമന്ത്രിയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് കാണുമല്ലോ, ആരാണ്? കേന്ദ്ര ആഭ്യന്തരമന്ത്രി, അല്ലെങ്കിൽ ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയാണ്. ആഭ്യന്തരമന്ത്രിയല്ല, കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയാണ്. ആഭ്യന്തരമന്ത്രി നമ്മൾ മനുഷ്യാവകാശത്തിന്റെ കേസിലാണ് വരുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയില് ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി, ആ ക്യാബിനറ്റിലുള്ള ഏതെങ്കിലും ഒരു മന്ത്രി, അത് നമ്മുടെ പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഏതൊരു ക്യാബിനറ്റ് മന്ത്രിയും ഈ ഒരു ശുപാർശ കമ്മിറ്റിയിൽ ഉൾപ്പെടാം. അതുപോലെ തന്നെ അതിനിടയ്ക്ക് വരുന്ന ഒരു വ്യക്തി ആരാണ്? ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ്. മനസ്സിലായോ? അപ്പൊ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിലെ 3 പേരൊന്ന് പറഞ്ഞേ. ഒന്ന് പ്രധാനമന്ത്രിയാണ് അധ്യക്ഷൻ. പ്രധാനമന്ത്രിയുടെ കൂട്ടുകാരൻ ഇവിടെ ഉണ്ട്. പ്രധാനമന്ത്രിയാണ് ഇയാളടുത്ത് ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞത്. ആരാണ് ഇയാള്? പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്ത ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയാണ്. ഇനി ഇവരുടെ രണ്ടിന്റെ ഇടയ്ക്കായിട്ട് ആര് പെട്ടിരിക്കുകയാണ്? അത് പ്രതിപക്ഷ നേതാവ് അല്ലെ, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ് ഇതിനിടയ്ക്ക് ഇരിക്കുന്നത്. അപ്പൊ ഈ 3 പേരും കൂടെ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലേക്ക് വേണ്ടുന്ന വ്യക്തി എന്ന് പറയുമ്പോൾ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെയും മറ്റ് ഇൻഫർമേഷൻ കമ്മീഷണർമാരെയും ശുപാർശ ചെയ്യുന്നത്. അത് പ്രകാരം ആര് നിയമിക്കുന്നു? രാഷ്ട്രപതി നിയമിക്കുന്നു. മനസ്സിലായേ? അത്രയും കാര്യങ്ങൾ മനസ്സിലായേ? അപ്പം ആ ഒരു കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് രൂപീകരിക്കുന്നത് സെക്ഷൻ 12 പ്രകാരമാണ്. അവിടെ ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഉണ്ടാകും. 10ൽ കൂടാത്ത അല്ലെങ്കിൽ 10ൽ കവിയാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും ഉണ്ടാകും. ശുപാർശ ചെയ്യുന്ന കമ്മിറ്റി പഠിച്ചു, നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. എങ്കിൽ നീക്കം ചെയ്യുന്നത് ആരാണ്? അതും ആരാണ്? രാഷ്ട്രപതിയാണ് കേട്ടോ. കേന്ദ്രമായതുകൊണ്ട് തന്നെ നീക്കം ചെയ്യുന്നത് ആരാണ്?
രാഷ്ട്രപതിയാണ്. ഇവിടെ നമ്മൾ ബ്രാക്കറ്റിൽ ഒരു കാര്യം കൂടി ആഡ് ചെയ്തിട്ടോണം. എന്താണ്? സുപ്രീം കോടതിയുടെ ശുപാർശ പ്രകാരം മാത്രമേ രാഷ്ട്രപതിക്ക് ഈ വ്യക്തികളെ നീക്കം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മനസ്സിലായോ? സുപ്രീം കോടതിയുടെ ആ റെഫറൻസ് ഉണ്ടെങ്കിൽ, സുപ്രീം കോടതിയുടെ ആ ഒരു പ്രക്രിയ എങ്ങനെയാണെന്ന് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും കേട്ടോ. അപ്പൊ ആ ഒരു മെത്തേഡിൽ കൂടി മാത്രമേ രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? ഈ വ്യക്തികളെ നീക്കം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചേ, ഇനി മറന്നു പോകത്തില്ലല്ലോ. എങ്കിൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറിന്റെയും മറ്റ് വിവരാവകാശ കമ്മീഷണർമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുന്നിലാണ്? അത് രാഷ്ട്രപതിയുടെ മുന്നിലാണ്. സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുന്നിലാണ്? രാഷ്ട്രപതിയുടെ മുന്നിലാണ്. ഇനി ഇവർക്ക് രാജിക്കത്ത് കൊടുക്കണമെങ്കിൽ അത് അവർ ആർക്കാണ് കൊടുക്കേണ്ടത്? അതും രാഷ്ട്രപതിക്കാണ്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ഓക്കെ, വാർഷിക റിപ്പോർട്ട്, ആനുവൽ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് രാഷ്ട്രപതിക്കാണോ? അല്ല. നമ്മുടെ നിയമത്തിൽ പറയുന്നത് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ആയിക്കോട്ടെ, സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ആയിക്കോട്ടെ, അവര് അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ് അഥവാ സമുചിത സർക്കാർ, ഓക്കെ, എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ആണെങ്കിൽ അവരുടെ സർക്കാർ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരും, സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ കേസില് അവിടുത്തെ സർക്കാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സംസ്ഥാന സർക്കാരിനെയാണ്. നിയമത്തിന്റെ ആ ഒരു രണ്ടാമത്തെ സെക്ഷനില് എക്സ്പ്ലനേഷൻ നോക്കിയാല് നിങ്ങൾക്ക് അത് മനസ്സിലാകും. അപ്പൊ അപ്രോപ്രിയേറ്റ് ഗവൺമെന്റിന് സമർപ്പിക്കണമെന്നാണ് നിയമത്തിൽ പറയുന്നത്. അതായത് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ആണെങ്കിൽ അവര് വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? അത് കേന്ദ്ര സർക്കാരിനാണ്. മറന്നുപോകല്ലേ. ഓടിപ്പോയി രാഷ്ട്രപതി എന്നോ പ്രധാനമന്ത്രി എന്നോ ആൻസർ ചെയ്യല്ലേ. വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് കേന്ദ്ര സർക്കാരിനാണ്. ഓക്കെ, ഇനി ഈ വ്യക്തികൾക്ക് ശമ്പളമൊക്കെ കൊടുക്കണ്ടേ? ഈ ശമ്പളമായിക്കോട്ടെ, ആനുകൂല്യങ്ങള്, സേവന വ്യവസ്ഥകൾ അവരുടെ ആ ഒരു സേവന കാലയളവിലുള്ള പല സർവീസ് കണ്ടീഷൻസ് ഉണ്ട് അല്ലെ. അപ്പൊ ഇതെല്ലാം തീരുമാനിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അതും കേന്ദ്ര സർക്കാരിന്റെ കയ്യിലാണ്. കണ്ടോ, കേന്ദ്ര സർക്കാരിന്റെ ഒരു കൺട്രോളിലാണ് എന്തിരിക്കുന്നത്? നമ്മുടെ വിവരാവകാശ കമ്മീഷൻ ഇരിക്കുന്നത്. മനസ്സിലായോ? അപ്പോ ഇവിടെ വാർഷിക റിപ്പോർട്ട് സമർപ്പിച്ചത് കേന്ദ്ര സർക്കാരിനാണ്. ഇവർക്ക് എത്ര രൂപ ശമ്പളം കൊടുക്കണം, എത്ര ആനുകൂല്യങ്ങൾ കൊടുക്കണം, അവരുടെ സേവന വ്യവസ്ഥകൾ എന്തൊക്കെയാണ്, അവരുടെ ബത്തകൾ എന്തൊക്കെയാണ്, ഇതെല്ലാം തീരുമാനിക്കുന്നത് ആരാണ്? അത് കേന്ദ്ര സർക്കാരാണ്. മാറിപ്പോകത്തില്ലല്ലോ. കേന്ദ്ര സർക്കാരാണ് തീരുമാനിക്കുന്നത്. ഇനി കേന്ദ്ര സർക്കാർ അങ്ങനെ അതിനെക്കുറിച്ച് തീരുമാനിച്ച് 2019 ഇവരുടെ സാലറിയുമായി ബന്ധപ്പെട്ട റൂൾസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോ മുമ്പ് ഇവരുടെ സാലറി ഇലക്ഷൻ കമ്മീഷണറുടേത് തുല്യമാണ്, അങ്ങനെയൊക്കെ ആയിരുന്നു നിയമത്തിൽ പറഞ്ഞിരുന്നത്. എന്നാൽ 2019 ഭേദഗതിയിലൂടെ അതിനകത്ത് കുറെ മാറ്റങ്ങളെല്ലാം കൊണ്ടുവരികയുണ്ടായി അല്ലെ. അങ്ങനെ അവരുടെ സാലറി എങ്ങനെ നിശ്ചയിക്കുന്നു? അവിടെ നമ്മുടെ കേന്ദ്രത്തിന്റെ കേസാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഞാൻ സംസ്ഥാനം ഇതുവരെ തൊട്ടിട്ടില്ല, അതുകൊണ്ട് മാറിപ്പോകരുത്. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ സാലറി, ശമ്പളം എത്രയാണ്? 2,50,000 രൂപയാണ്. മാസ ശമ്പളം എന്ന് പറയുന്നത് എത്രയാണ്? 2,50,000 രൂപയാണ്. 2019 റൂൾസ് പ്രകാരമാണ്. നിലവിലെ ശമ്പളം എത്രയാണ്? 2,50,000 രൂപയാണ്. ഒരു കാര്യം പഠിച്ചു വെച്ചിരിക്കുക, കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർക്ക് മാത്രമേ 2,50,000 രൂപ സാലറി ഉള്ളൂ. ബാക്കിയുള്ള എല്ലാവർക്കും, അതായത് ഇദ്ദേഹത്തിന്റെ താഴെയുള്ള വിവരാവകാശ കമ്മീഷണർമാരായിക്കോട്ടെ, സംസ്ഥാനത്തുള്ള മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആയിക്കോട്ടെ, മറ്റ് കമ്മീഷണർമാരായിക്കോട്ടെ, അവരുടെ എല്ലാം സാലറി എത്രയാണ്? അത് 2,50,000
25,000 രൂപയാണ് കേട്ടോ. അപ്പൊ ഇവരുടെ സാലറി മാത്രം ഈ റൂൾസിനകത്ത് വന്നിട്ടുള്ള കാര്യമാണ് കേട്ടോ, നിയമത്തിനകത്ത് ഇത് പറഞ്ഞിട്ടില്ല. റൂൾസ് അത് കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നത് പോലെ എന്നാണ് അപ്ഡേഷൻ കൊണ്ടുവന്നത്, അമെന്റ്മെന്റ് കൊണ്ടുവന്നത്. അങ്ങനെ കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യുന്നു, പിന്നീട് റൂൾസ് ഇറക്കുകയാണ് ചെയ്തത്. റൂൾസിലാണ് ഇങ്ങനെ പറയുന്നത്, 2,50,000 രൂപയാണ് CICക്ക്, അതായത് കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ശമ്പളം. ബാക്കി എല്ലാവരുടെയും ശമ്പളം 2,25,000 രൂപയാണ്. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനാണെന്ന് പഠിക്കണം. അവരുടെ ശമ്പളവും മറ്റു കാര്യങ്ങളും തീരുമാനിക്കുന്നതും ആരാണ്? അതും നമ്മുടെ കേന്ദ്ര സർക്കാരാണ്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഇവരുടെ ആസ്ഥാനം, കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം അറിയപ്പെടുന്ന പേര് CIC ഭവൻ എന്നാണ്. എവിടെയാണ്? ഡൽഹിയാണ്. നമ്മുടെ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട്, കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെ ആയിരിക്കണം? ഡൽഹി ആയിരിക്കണം. അങ്ങനെ അതിന്റെ പേരെന്താണ്? CIC ഭവൻ എന്നാണ്. ഓക്കെ, ക്ലിയർ? ഇനി നമ്മൾ പറഞ്ഞു ഇവിടെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഉണ്ട്, മറ്റ് ഇൻഫർമേഷൻ കമ്മീഷണർമാരുണ്ട്. ഇവരുടെ യോഗ്യത എന്താണ്? ക്വാളിഫിക്കേഷൻ എങ്ങനെയാണ്? എങ്ങനെയുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ഈ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലേക്ക് എടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ ഒരു സെന്റൻസ് 1, 2, 3 തവണ ഒന്ന് വായിച്ചു വെച്ചേ. നോക്കിക്കേ, നിയമത്തിലോ ശാസ്ത്രത്തിലോ സാങ്കേതിക ശാസ്ത്രത്തിലോ സാമൂഹ്യ സേവനത്തിലോ മാനേജ്മെന്റിലോ പത്രപ്രവർത്തനത്തിലോ ബഹുജന മാധ്യമ പ്രവർത്തനത്തിലോ ഭരണത്തിലോ ഭരണ നിർവഹണത്തിലോ വിപുലമായ അറിവും അനുഭവജ്ഞാനമുള്ളവരും പൊതുജീവിതത്തിൽ ഔന്നത്യമുള്ളവരുമായ വ്യക്തികളെ, ഇതാണ് നമ്മുടെ നിയമത്തിൽ പറയുന്ന എക്സാക്ട് സെന്റൻസ് എന്ന് പറയുന്നത്. ഇവരുടെ ക്വാളിഫിക്കേഷൻ ആണ് ഈ പറയുന്നത്. ഔന്നത്യമുള്ളവരുമായ വ്യക്തികളെയാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലേക്ക് തെരഞ്ഞെടുക്കുന്നത്. മനസ്സിലായോ? നിയമത്തിലോ ശാസ്ത്രത്തിലോ സാങ്കേതിക ശാസ്ത്രത്തിലോ സാമൂഹ്യ സേവനത്തിലോ മാനേജ്മെന്റിലോ പത്രപ്രവർത്തനത്തിലോ ബഹുജന മാധ്യമ പ്രവർത്തനത്തിലോ ഭരണത്തിലോ ഭരണ നിർവഹണത്തിലോ ഓക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നല്ല അറിവും അനുഭവജ്ഞാനമുള്ളവരും അതും പൊതുജീവിതത്തിൽ നല്ല ഒരു പേരുള്ള നല്ല ഔന്നത്യം പുലർത്തുന്നതുമായിട്ടുള്ള വ്യക്തികളെയാണ് കമ്മീഷനിലേക്ക് തെരഞ്ഞെടുക്കുന്നതെന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, ഇനി അയോഗ്യതകൾ എന്തൊക്കെയാണ്? അതായത് ഇതൊന്നും ആകാൻ പാടില്ല. ഓക്കെ, ഈ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലേക്ക് വരുന്ന വ്യക്തികൾ ഒരിക്കലും ഈ പദവികൾ വഹിക്കാൻ പാടില്ല. ഏതൊക്കെ പദവികളാണ്? നോക്കിക്കേ, പാർലമെന്റിലെ അംഗമാകാൻ പാടില്ല. മനസ്സിലായോ? രാജ്യസഭയിലോ ലോക്സഭയിലോ അംഗമാകാൻ പാടില്ല. ഓക്കെ, നിയമസഭ അംഗമാകാനും പാടില്ല. ആദായകരമായിട്ടുള്ള ഏതെങ്കിലും ജോലി ഉദ്യോഗം വഹിക്കുന്ന ഒരാളാകാൻ പാടില്ല. രാഷ്ട്രീയ പാർട്ടിയുമായുള്ള ബന്ധം ഉണ്ടാകാൻ പാടില്ല. ബിസിനസ്സോ തൊഴിലോ ചെയ്യുന്ന ഒരാളാകാനും പാടില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള വ്യക്തികളെ കമ്മീഷനിലേക്ക് എന്ത് ചെയ്യത്തില്ല? തെരഞ്ഞെടുക്കത്തില്ല എന്ന് കൂടി മനസ്സിലാക്കി വെച്ചിരിക്കാം. ഓക്കെ ആണോ? അപ്പൊ ഇവരുടെ അയോഗ്യതകൾ ഒന്ന് പറഞ്ഞേ. പാർലമെന്റ് അംഗമാകാൻ പാടില്ല, നിയമസഭ അംഗമാകാൻ പാടില്ല, പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ജോലി വഹിക്കുന്ന ഒരാളാകാൻ പാടില്ല, രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ബന്ധമുണ്ടാകാൻ പാടില്ല, ബിസിനസ് ചെയ്യാൻ പാടില്ല, മറ്റു തൊഴിൽ ചെയ്യുന്ന ആൾക്കാരും എന്ത് ചെയ്യത്തില്ല? ഈ കമ്മീഷനിലേക്ക് ഇവര് സെലക്ട് ചെയ്യത്തില്ല എന്ന് ഓർത്ത് വെച്ചിരിക്കുക. എങ്കിൽ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ആദ്യത്തെ അതായത് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ സ്ഥാപിതമാകുമ്പോൾ 2005 കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ സ്ഥാപിതമാകുന്നത്. 2005 ഒക്ടോബർ 12 എന്ത് ചെയ്യുന്നു? കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ സ്ഥാപിതമാകുന്നു. അങ്ങനെ സ്ഥാപിതമാകുമ്പോൾ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വജാഹത്ത് ഹബീബുള്ളയാണ്. ആരാണ്? വജാഹത്ത് ഹബീബുള്ളയാണ്. ഇനി മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആയിട്ടുള്ള 2 വനിതകളുണ്ട്. കേന്ദ്രത്തിന്റെ കേസിലെ പറയുന്നുള്ളൂ. കേന്ദ്രത്തിനകത്ത് 2 വനിതകൾ ഇതുവരെ എന്ത് ചെയ്തിട്ടുണ്ട്? മുഖ്യ വിവരാവകാശ കമ്മീഷണർ എന്നുള്ള പദവി വഹിച്ചിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ട് വഹിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ പറയേണ്ടത് ദീപക് സന്ധുവിന്റെ പേരാണ്. ആരാണ്? ദീപക് സന്ധു. രണ്ടാമത്തെ വ്യക്തി ആരാണ്? സുഷമ സിംഗ് ആണ്. ഓക്കെ, അപ്പൊ 2 വനിതകൾ മാത്രമേ ഇതുവരെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആയിട്ടുള്ളൂ. ആ 2 വനിതകൾ ആരൊക്കെയാണെന്ന് പറഞ്ഞേ? ഒന്ന് ദീപക് സന്ധു ആണ്,
രണ്ടാമത്തത് സുഷമ സിംഗ് ആണ്. സുഷമ സ്വരാജ് എന്ന് പോയി പറയല്ലേ, കഴിഞ്ഞ തവണ നിങ്ങളെ തെറ്റിക്കാൻ അങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോ ശ്രദ്ധിച്ച് പേരുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കാം. ഓക്കെ, ഇനി കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ ആ വ്യക്തികളുടെ രണ്ട് CIC ഉണ്ട്, IC ഉണ്ട്. ഇവരുടെ കാലാവധി എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയേണ്ടത്? 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ശ്രദ്ധിച്ചിരിക്കുക, ഇത് വിവരാവകാശ കമ്മീഷൻ ആണ്. അപ്പൊ അത് 65 വയസ്സാണ്. മനുഷ്യാവകാശ കമ്മീഷൻ 70 വയസ്സുമായിട്ട് മാറിപ്പോകരുത്. വിവരാവകാശ കമ്മീഷൻ 5 വയസ്സ് കുറവാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ 65 വയസ്സാണ് വിവരാവകാശ കമ്മീഷന്റെ കാലാവധി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 3 വർഷമാണ്. ഇവിടെ 2019 ഭേദഗതി പ്രകാരം എങ്ങനെ ആക്കിയിട്ടുണ്ടായിരുന്നു? കേന്ദ്ര സർക്കാരാണ് കാലാവധി തീരുമാനിക്കുന്നത്. ഓക്കെ, കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്ന കാലാവധി. ഇപ്പൊ കേന്ദ്ര സർക്കാർ തീരുമാനിച്ച കാലാവധിയാണ് എന്ത്? 3 വർഷം എന്ന് പറയുന്നത്. വയസ്സിനകത്തല്ല, ഈ വർഷത്തിന്റെ കേസിലാണ് കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നത്. അപ്പൊ കേന്ദ്ര സർക്കാർ ഇപ്പൊ നിലവിൽ തീരുമാനിച്ചിരിക്കുന്ന കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എന്ത് പഠിച്ചത്? 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് എന്നുള്ള കാര്യം പഠിച്ചത്. ഓക്കെ, അപ്പൊ കാലാവധി എത്രയാണ്? 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. ഇനി 3 വർഷം എന്നില്ല, പകരം കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നത് പോലെ എന്നാണ് ഓപ്ഷനിൽ വരുന്നതെങ്കിൽ ഉറപ്പായും നിങ്ങൾ ആ ഒരു ഓപ്ഷൻ ആയിരിക്കണം ചൂസ് ചെയ്യേണ്ടത്. രണ്ടും കൂടി എന്തായാലും ഓപ്ഷനിൽ വരത്തില്ല. വരികയാണെങ്കിൽ രണ്ടും ആൻസർ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് ഇവരുടെ കാലാവധി. കേന്ദ്ര സർക്കാരാണ് കാലാവധി തീരുമാനിക്കുന്നത്. ഇനി നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ച് പഠിക്കേണ്ടുന്ന ഒരു കാര്യം, ഇവർക്ക് എന്തില്ല? പുനർനിയമനമില്ല. ശ്രദ്ധിച്ചിരിക്കുക, ഇവിടെ നിങ്ങൾക്ക് കുറെ പേർക്ക് ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്നറിയാം. നോക്കൂ, ഒരു വിവരാവകാശ കമ്മീഷൻ ആകുമ്പോൾ അവിടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറും ഉണ്ട്, മറ്റ് വിവരാവകാശ കമ്മീഷണർമാരും ഉണ്ട്. ഇതെന്ന് പറയുന്നത് ഒരാളാണ്. ഇത് എത്ര വേണമെങ്കിലും ആകാം, 10ൽ കൂടത്തില്ല. ബാക്കി 6 ആകാം, 7 ആകാം, 8 പേരാകാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ പറയാം. ഓക്കെ, ഇപ്പൊ ഞാൻ ഇനി വലുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. CIC എന്ന് പറഞ്ഞാൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആണ്. IC എന്ന് പറഞ്ഞാൽ വിവരാവകാശ കമ്മീഷണർമാരാണ്. ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക, CICക്ക് എന്തില്ല? പുനർനിയമനം ഇല്ല. അതായത് CICക്ക് ഇനി ഒന്നും കൂടെ 3 വർഷം കംപ്ലീറ്റ് ചെയ്തു, അല്ലെങ്കിൽ 65 വയസ്സ് പൂർത്തിയായി, ഇതിൽ ഏതാണോ ആദ്യം സംഭവിച്ചത് അത് കഴിഞ്ഞാൽ CICക്ക് പിന്നെ ഈ സ്ഥാനത്തിരിക്കാൻ പറ്റത്തില്ല, ഈ കമ്മീഷനിലേ ഇരിക്കാൻ പറ്റത്തില്ല. CIC ആയിട്ടും ഇരിക്കാൻ പറ്റത്തില്ല, IC ആയിട്ടും ഇരിക്കാൻ പറ്റത്തില്ല. അപ്പൊ CICയുടെ കേസിൽ എന്തില്ല? മുഖ്യ വിവരാവകാശ കമ്മീഷണർക്ക് പുനർനിയമനം ഇല്ല. ഉറപ്പിച്ചങ്ങ് പഠിച്ചു വെച്ചോളൂ. മുഖ്യ വിവരാവകാശ കമ്മീഷണർക്ക് എന്തില്ല? പുനർനിയമനം ഇല്ല. എന്നാൽ ഇവിടെ പുനർനിയമനം ഉണ്ടോ? ശ്രദ്ധിച്ചിരിക്കുക, ഈ ICക്ക് വീണ്ടും IC ആകാൻ പറ്റത്തില്ല. മനസ്സിലാക്കുക, ഈ IC ഓൾറെഡി ഇവരൊരു 3 വർഷം ഇവിടെ ഇരുന്നു. ഓക്കെ, അല്ലെങ്കിൽ 65 വയസ്സ് വരെ ഇവിടെ ഇരുന്നു. 65 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും പുനർനിയമനം ഇല്ല. ഇപ്പൊ 3 വർഷം ഇരുന്നു. ഓക്കെ, വീണ്ടും 65 വയസ്സായിട്ടില്ല, 60 വയസ്സേ ആയിട്ടുള്ളൂ. വീണ്ടും ഒരു 3 വർഷത്തേക്ക് ഇവർക്ക് ഈ സ്ഥാനത്ത് തന്നെ ഇരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റത്തില്ല. അവർ ഈ സ്ഥാനത്ത് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നീട് ഈ സ്ഥാനത്ത് ഇരിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇവർക്ക് ഒരു ചാൻസ് കൊടുക്കുന്നുണ്ട്. ഇവർക്ക് എന്താകാം? IC ആകാം, CIC ആകാം. ICക്ക് എന്താകാം? CIC ആകാനായിട്ട് സാധിക്കും. എന്നാൽ ശ്രദ്ധിച്ചിരിക്കൂ, ആകെ കാലാവധി 5 വർഷത്തിൽ കൂടുതലാകാൻ പാടില്ല. അതായത് IC ആയിട്ടും CIC ആയിട്ടിരുന്ന മൊത്തത്തിലുള്ള കാലാവധി ശ്രദ്ധിച്ചിരിക്കൂ. ഒരാളിപ്പോ IC ആണ്. ഓക്കെ, IC ആയിട്ട് 3 വർഷം കംപ്ലീറ്റ് ആവാനായിട്ട് പോവുകയാണ്. അപ്പൊ ഇയാൾക്ക് ഇനി എന്ത് പറ്റത്തില്ല? IC ആകാൻ പറ്റത്തില്ല. അപ്പോഴാണ് നമ്മുടെ CIC റിട്ടയർ ആയി പോകുന്നത്. അപ്പൊ CICയുടെ അവിടെ ഒരു വേക്കൻസി വന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? ഈ ICക്ക് വേണമെങ്കിൽ, അതായത് 3 വർഷം കഴിയാറായി, അപ്പൊ ഇയാളെ വീണ്ടും എടുത്ത് എന്ത് ചെയ്യാം? CIC ആക്കാൻ പറ്റും. എന്നാൽ IC ആയിട്ട് ഇരുത്താൻ പറ്റത്തില്ല, CIC ആക്കാൻ പറ്റും. എന്നാൽ അവിടെ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം, 5 വർഷത്തിൽ കൂടുതലാകാൻ പാടില്ല. അതായത് ഈ ഒരു കാലാവധിയും ഇവിടെ ഇരിക്കാൻ പോകുന്ന കാലാവധിയും കൂടെ മൊത്തത്തിൽ എന്ത് ചെയ്യാം? മാക്സിമം 5 വർഷം ആകാവുള്ളൂ. അതായത് ICക്ക് ഇനി ഒരു 2 വർഷം കൂടിയേ ആരായിട്ട് തുടരാൻ സാധിക്കുള്ളൂ? CIC ആയിട്ട് തുടരാൻ സാധിക്കുള്ളൂ. 5 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥാനത്ത് ഇരിക്കാൻ പറ്റത്തില്ല. ആർക്ക്? ഈ ICക്ക്. ഓക്കെ, പറഞ്ഞ കാര്യം മനസ്സിലായോ? അതൊന്ന് ശ്രദ്ധിച്ചൊന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ്. വെറുതെ കേട്ടിരുന്നാൽ എല്ലാവരും പുക പോലെ ഇരിക്കും കേട്ടോ. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഞാൻ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു കൊടുത്താൽ ഇപ്പോഴും സംശയമായിട്ട് വരുന്ന ആൾക്കാരുണ്ട്.
അതുകൊണ്ട് ഒന്നും ശ്രദ്ധിച്ചിരുന്നോളെ. CIC ഉണ്ട്, IC ഉണ്ട്. CICക്ക് പുനർനിയമനം ഇല്ല, ആ സ്ഥാനത്ത് ഇരിക്കാൻ പറ്റത്തില്ല, IC ആകാനും പറ്റത്തില്ല. പക്ഷേ ICക്ക് എന്താകാം? CIC ആകാം. എന്നാൽ ഇതിന്റെ രണ്ടിന്റെയും കൂടെ കാലാവധി മൊത്തത്തില് 5 വർഷത്തിൽ കൂടുതലാകാൻ പാടില്ല. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായോ? പറഞ്ഞ കാര്യം ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഇവരെ നീക്കം ചെയ്യുന്ന പ്രക്രിയ ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞില്ലായിരുന്നോ? നമ്മള് സിമ്പിൾ ആയിട്ട് പഠിച്ചു. ഇവരെ നീക്കം ചെയ്യുന്നത് ആരാണ്? രാഷ്ട്രപതിയാണെന്ന് പഠിച്ചു. എന്നാൽ ഈ നീക്കം ചെയ്യുന്ന പ്രോസസ് എങ്ങനെയാണ് എന്നുള്ള കാര്യം നമ്മളൊന്ന് ശ്രദ്ധിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതായത് രാഷ്ട്രപതി എന്ത് ചെയ്യാനായിട്ട് പോവുകയാണ്? ഒരു വ്യക്തിയെ, അതായത് കഴിവില്ലായ്മയുടെയോ കഴിവില്ലായ്മ, ഓക്കെ, ഇവരെ നീക്കം ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള 2 കാര്യം, ഒന്ന് കഴിവില്ലായ്മ, മറ്റൊന്ന് പെരുമാറ്റ ദൂഷ്യമാണ്. ഓക്കെ, പെരുമാറ്റ ദൂഷ്യം. അപ്പോ നമ്മുടെ രാഷ്ട്രപതിയുടെ മുമ്പിൽ ഇങ്ങനെ ഒരു ഇത് വന്നു. അതായത് നമ്മുടെ IC ആയിട്ടുള്ള ഒരാളെ എന്ത് ചെയ്യണം? നീക്കം ചെയ്യണം. ഇയാളുടെ പേര് A ആണ്. ഓക്കെ, ഈ A എന്ത് ചെയ്യണം? ഈ Aക്ക് കഴിവില്ല, ആ സ്ഥാനത്ത് തുടരാനുള്ള കഴിവില്ല. അപ്പൊ A എന്ത് ചെയ്യാനായിട്ട് പോവാണ്? രാഷ്ട്രപതി നീക്കം ചെയ്യാനായിട്ട് പോകുകയാണ്. രാഷ്ട്രപതിക്ക് ചുമ്മാ ഒരു ഓർഡർ ഇറക്കി, ഒരു ഉത്തരവിറക്കി നീക്കം ചെയ്യാൻ സാധിക്കത്തില്ല. പകരം രാഷ്ട്രപതിക്ക് സുപ്രീം കോടതിയുടെ അനുമതി കിട്ടിയാൽ മാത്രമേ രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? ഈ ആളെ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവിറക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ രാഷ്ട്രപതി എന്ത് ചെയ്യുന്നു? ഇദ്ദേഹത്തെ നീക്കം ചെയ്യണം എന്നുള്ള ഒരു കാര്യം കാണിച്ചുകൊണ്ട് സുപ്രീം കോടതിക്ക് റെഫർ ചെയ്യും. ഈ ഒരു കാര്യം എന്ത് ചെയ്യുന്നു? സുപ്രീം കോടതിക്ക് റെഫർ ചെയ്യും. ഈ സുപ്രീം കോടതി എന്ത് ചെയ്യും? സുപ്രീം കോടതിക്ക് അന്വേഷണ വിഭാഗം ഒക്കെ ഉണ്ട്. ഈ സുപ്രീം കോടതി എന്ത് ചെയ്യും? ഈ ഒരു കാര്യത്തില്, അതായത് ഈ ഒരു റീസണുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തും. അങ്ങനെ സുപ്രീം കോടതി അന്വേഷണം നടത്തി ഈ പറഞ്ഞ രാഷ്ട്രപതി പറഞ്ഞ റെഫർ ചെയ്ത കാര്യം ശരിയാണ് എന്ന് സുപ്രീം കോടതിക്ക് തോന്നുകയാണെങ്കിൽ സുപ്രീം കോടതി ആ ഒരു അന്വേഷണം നടത്തിയതിന്റെ റിപ്പോർട്ട് എന്ത് ചെയ്യും? രാഷ്ട്രപതിക്ക് കൊടുക്കും. രാഷ്ട്രപതി അപ്പൊ ആ സുപ്രീം കോടതി പറയും, നിങ്ങൾ കണ്ടെത്തിയ കാര്യം ശരിയാണ്, നിങ്ങൾക്ക് ഉത്തരവ് കൊണ്ടുവന്ന് നീക്കം ചെയ്യാം എന്നുള്ള ഒരു കാര്യം ആ അന്വേഷണ റിപ്പോർട്ടിനകത്ത് ഉണ്ടാകും. അല്ലെങ്കിൽ നീക്കം ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ഒരു കാര്യമായിരിക്കും റിപ്പോർട്ടിനകത്ത് വരുന്നത്. അപ്പൊ എന്താണോ ആ റിപ്പോർട്ടിനകത്ത് വരുന്നത്, അപ്പൊ ആ റിപ്പോർട്ട് പ്രകാരം എന്ത് ചെയ്യണം? രാഷ്ട്രപതി ഉത്തരവിറക്കിക്കൊണ്ട് എന്ത് ചെയ്യുന്നു? ആ വ്യക്തിയെ ആ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുന്നു. ഇങ്ങനെയാണ് അവരെ നീക്കം ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് നടക്കുന്നത്. മനസ്സിലായോ? രാഷ്ട്രപതിക്ക് വെറുതെ ഒരു ഉത്തരവിറക്കാൻ സാധിക്കത്തില്ല. രാഷ്ട്രപതി അത് സുപ്രീം കോടതിക്ക് റെഫർ ചെയ്യും. സുപ്രീം കോടതിയാണ് അതിനകത്ത് അന്വേഷണം നടത്തുന്നത്. അന്വേഷണം നടത്തിയത് തെളിയുകയാണെങ്കിലാണ് രാഷ്ട്രപതിയുടെ അടുത്ത് പറയും, നീക്കം ചെയ്തോളൂ. അങ്ങനെ രാഷ്ട്രപതി എന്ത് ചെയ്യുന്നു? ഒരു ഉത്തരവിറക്കുന്നു. ഉത്തരവിലൂടെ എന്ത് ചെയ്തു? ആ വ്യക്തിയെ നീക്കം ചെയ്യുന്നു. മനസ്സിലായോ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇനി ഇവിടുത്തെ നിലവിലെ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ ആരൊക്കെ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. CIC ആരാണ്? ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഹീരലാൽ സമരിയാണ്. ആരാണ്? ഹീരലാൽ സമരിയാണ്. ഇൻഫർമേഷൻ കമ്മീഷണർ ആയിട്ട് ആനന്ദി രാമലിംഗം ഉണ്ട്. ഇൻഫർമേഷൻ കമ്മീഷണർ ആയിട്ടുള്ള മറ്റൊരാളെന്ന് പറയുന്നത് വിനോദ് കുമാർ തിവാരിയാണ്. ഓക്കെ, അപ്പോ ഇതാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ചിട്ട് നമുക്ക് ശ്രദ്ധിച്ച് പഠിക്കാനായിട്ടുള്ള ഇമ്പോർട്ടന്റ് ഫാക്ട്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ ആണോ? അങ്ങനെയെങ്കിൽ നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് സംസ്ഥാന വിവരാവകാശ കമ്മീഷനാണ്. ഓക്കെ, എങ്കിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട വിവരാവകാശ നിയമത്തിലെ വകുപ്പ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറയേണ്ട വകുപ്പ് എത്രയാണ്? 15 ആണ്. ഓക്കെ, മറ്റേത് കേന്ദ്രമായിരുന്നുവെങ്കിൽ 12 ആണ്, സംസ്ഥാനമാണെങ്കിൽ 15 ആണെന്ന് പഠിച്ചു വെച്ചിരിക്കാം. ഇവിടെയും ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഉണ്ടാകും. 10ൽ കവിയാത്ത അല്ലെങ്കിൽ 10ൽ കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും ഉണ്ടാകും. എന്നാൽ ആവശ്യം എന്ന് തോന്നുന്ന അത്രയും, അങ്ങനെയാണ് പറയുന്നത്. 10ൽ കൂടാത്ത, എന്നാൽ ആ കമ്മീഷൻ ആവശ്യമാകുന്ന അത്ര വിവരാവകാശ കമ്മീഷണർമാരെ നിയമിക്കാവുന്നതാണ്. 10ൽ കൂടാൻ പാടില്ല പക്ഷെ. ഓക്കെ, ഇനി ഇവരെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. ഇതായിരുന്നു നമ്മുടെ ഈ ആദ്യത്തെ LDC തിരുവനന്തപുരത്തിൽ വന്ന ക്വസ്റ്റ്യൻ. നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചോണേ. ഇനി ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ 3 പേര്. ഒന്ന് മുഖ്യമന്ത്രിയാണ് ശുപാർശ കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ട് വരുന്നത്. മൂന്നാമത്തെ വ്യക്തി മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രിയാണ്.
ഇനി ഇവരുടെ ഇടയ്ക്കായിട്ട് ആരുണ്ട്? നമ്മുടെ നിയമസഭയിൽ. ഇതിപ്പം സംസ്ഥാനത്തിന്റെ കേസല്ലേ, ലോക്സഭ രാജ്യസഭ എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ആ സംസ്ഥാനങ്ങളിൽ എന്താ ഉള്ളത്? നിയമസഭയല്ലേ. അപ്പൊ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവും കൂടെ ചേരുന്നതായിരിക്കും ഈ ഒരു ശുപാർശ കമ്മിറ്റി. ഇവിടെയും 3 പേരാണ് ഉള്ളതെന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ. അപ്പൊ സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സെക്ഷൻ 15 ഒരു CIC ഉണ്ടാകും, മറ്റ് 10 കൂടാത്ത ICകൾ ഉണ്ടാകും. നിയമിക്കുന്നത് ഗവർണറാണ്. ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിലെ 3 പേര് മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി, മറ്റൊന്ന് നിയമസഭയിലെ പ്രതിപക്ഷ നേതാവാണ്. ഇനി യോഗ്യത എല്ലാം നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞ സെയിം യോഗ്യത തന്നെയാണ് സംസ്ഥാനങ്ങളുടെ കേസിലും പറയുന്നത്. എന്തൊക്കെയാണ്? നിയമത്തിലോ ശാസ്ത്രത്തിലോ സാങ്കേതിക ശാസ്ത്രത്തിലോ സാമൂഹ്യ സേവനത്തിലോ മാനേജ്മെന്റിലോ പത്രപ്രവർത്തനത്തിലോ ബഹുജന മാധ്യമ പ്രവർത്തനത്തിലോ ഭരണത്തിലോ ഭരണ നിർവഹണത്തിലോ വിപുലമായ അറിവും അനുഭവജ്ഞാനമുള്ളവരും പൊതുജീവിതത്തിൽ ഔന്നത്യമുള്ളവരുമായ വ്യക്തികളെയാണ് എന്ത് ചെയ്യുന്നത്? ഇവിടുത്തെ കമ്മീഷനിലേക്ക് സെലക്ട് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ സെയിം അയോഗ്യതകൾ തന്നെയാണ് ഇവിടെയും പറയുന്നത്. പാർലമെന്റ് അംഗമാകാൻ പാടില്ല, നിയമസഭാ അംഗമാകാൻ പാടില്ല, ആദായകരമായിട്ടുള്ള ഉദ്യോഗം വഹിക്കുന്ന ഒരാളാകാൻ പാടില്ല, രാഷ്ട്രീയ പാർട്ടിയുമായുള്ള ബന്ധം പാടില്ല, ബിസിനസ്സോ തൊഴിലോ ചെയ്യുന്ന ഒരാളാകാനും പാടില്ല. ഓക്കെ, രണ്ടിലും സെയിം കാര്യമാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നീക്കം ചെയ്യുന്നത് ആരാണ്? ഗവർണറാണ്. മനുഷ്യാവകാശ കമ്മീഷൻ പഠിച്ചിട്ട് പോകുമ്പോഴത്തേക്കും കുറെ പേര് നേരെ പോയി രാഷ്ട്രപതിയാണെന്നൊക്കെ ആൻസർ ചെയ്ത് വെക്കും. ശ്രദ്ധിച്ചിരിക്കുക, ഇത് വിവരാവകാശ കമ്മീഷനാണ്. വിവരാവകാശ കമ്മീഷന്റെ കേസിൽ സംസ്ഥാനങ്ങളുടെ കേസിൽ നിയമിക്കുന്നത് ഗവർണറാണ്, നീക്കം ചെയ്യുന്നതും ഗവർണറാണ്. നീക്കം ചെയ്യണമെങ്കിൽ ഗവർണർക്ക് ഒരു ഉത്തരവ് കൊണ്ടുവന്ന് ഡയറക്റ്റ് നീക്കം ചെയ്യാൻ സാധിക്കുകയില്ല. അത് അവിടെയും നമ്മുടെ രാഷ്ട്രപതി എങ്ങനെയാണോ ആ ഒരു പ്രൊസീജിയർ കൊണ്ടുപോകുന്നത്, ആ സെയിം പ്രൊസീജിയർ തന്നെയാണ് ഗവർണറും ഫോളോ ചെയ്യേണ്ടത്. ഗവർണർ എന്ത് ചെയ്യണം? സുപ്രീം കോടതിക്ക് റെഫർ ചെയ്യണം. സുപ്രീം കോടതി അതിനകത്ത് അന്വേഷണം നടത്തും. അന്വേഷണത്തിനകത്ത് കഴിവില്ലായ്മയോ പെരുമാറ്റ ദൂഷ്യമോ ഒക്കെ തെളിയുകയാണെങ്കിൽ സുപ്രീം കോടതിയുടെ അന്വേഷണ റിപ്പോർട്ടിനകത്ത് പറയും, നിങ്ങൾ കണ്ടെത്തിയ കാര്യം ശരിയാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ വ്യക്തിയെ ആ സ്ഥാനത്ത് നിന്നും ഉത്തരവിറക്കിക്കൊണ്ട് നീക്കം ചെയ്യാം. അങ്ങനെ ഒരു റിപ്പോർട്ടാണ് ലഭിക്കുന്നതെങ്കിൽ ഗവർണർ എന്ത് ചെയ്യുന്നു? ആ വ്യക്തി ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നു. ഇനി അങ്ങനെയല്ല എങ്കിൽ ഗവർണർക്ക് നീക്കം ചെയ്യാൻ സാധിക്കുകയില്ല. ഓക്കെ. ഇനി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുമ്പാകെയാണ്? ഗവർണറുടെ മുമ്പാകെയാണ് കേട്ടോ. സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുമ്പാകെയാണ്? ഗവർണറുടെ മുമ്പാകെയാണ്. ഇനി ഇവര് രാജിക്കത്ത് കൊടുക്കണമെങ്കിലും രാജിക്കത്ത് ആർക്കാണ് കൊടുക്കേണ്ടത്? അതും ഗവർണർക്കാണ്. ശ്രദ്ധിച്ചിരിക്കുക, സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗവർണറുടെ മുമ്പാകെയാണ്, രാജിക്കത്ത് കൊടുക്കുന്നതും ഗവർണർക്കാണ്. നോക്കിക്കേ, ഇവിടെ ശമ്പളം, ഭത്ത, മറ്റ് സേവന വ്യവസ്ഥകൾ കൊടുക്കുന്നതല്ല, തീരുമാനിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ എത്ര രൂപ ശമ്പളം കൊടുക്കണം, എന്തൊക്കെയാണ് അവരുടെ സേവന വ്യവസ്ഥകള്, ആ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ ആൻസർ എന്താ പറയേണ്ടത്? അത് കേന്ദ്ര സർക്കാരാണ്. ഒരിക്കലും പോയി സംസ്ഥാന സർക്കാർ എന്ന് പറയരുത് കേട്ടോ. ഇത് കേന്ദ്ര തലത്തിൽ വന്നൊരു നിയമമാണ്. അപ്പൊ ആ ഒരു നിയമത്തിനകത്ത് മെയിൻ ആയിട്ടുള്ള കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ശമ്പളമായിക്കോട്ടെ, ഭത്തയായിക്കോട്ടെ, മറ്റ് സേവന വ്യവസ്ഥകളായിക്കോട്ടെ, അതെല്ലാം തീരുമാനിക്കാനുള്ള അധികാരം ആർക്കാണുള്ളത്? അത് കേന്ദ്ര സർക്കാരിനാണ്. കേന്ദ്ര സർക്കാരാണ് അവരുടെ ശമ്പളവും സേവന വ്യവസ്ഥകളൊക്കെ തീരുമാനിക്കുന്നത്. നിലവിലെ സംസ്ഥാനങ്ങളിലുള്ള CICയുടെ ആയിക്കോട്ടെ ICകളുടെ ആയിക്കോട്ടെ ശമ്പളം എന്ന് പറയുന്നത് 2,25,000 രൂപയാണ്. നിലവിലെ ശമ്പളം എത്രയാണ്? 2,25,000 രൂപയാണ്. ഇനി ആവശ്യമായ ജീവനക്കാരെ നൽകേണ്ടത് ഈ കമ്മീഷനിലേക്ക് ഈ പറയുന്ന വ്യക്തികളല്ലാതെ ഉള്ള ജോലിക്കാരും ആവശ്യമായിട്ടുണ്ട് അല്ലെ. ആ ഒരു കമ്മീഷൻ ആകുമ്പോൾ പേപ്പർ വർക്ക് ചെയ്യാനും മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും വേണ്ടിയിട്ട് മറ്റ് ജീവനക്കാരെ ആവശ്യമായിട്ടുണ്ട്. അത് കേന്ദ്ര സർക്കാർ കൊടുക്കേണ്ട കാര്യമില്ല, അത് കൊടുക്കേണ്ടത് ആരാണ്? സംസ്ഥാന സർക്കാരാണ് കേട്ടോ. ആവശ്യമായിട്ടുള്ള ജീവനക്കാരെ നൽകേണ്ടത് ആരാണ്? അത് സംസ്ഥാന സർക്കാരാണ്. ഇവിടെ നോക്കിക്കേ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഗവർണർക്ക് നീക്കം ചെയ്യാനുള്ള അധികാരമുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഗവർണർ ആ നീക്കം ചെയ്യാനുള്ള ആ ഒരു പ്രൊസീജിയർ നടക്കൂലോ, സുപ്രീം കോടതിക്ക് റെഫറൻസ് ചെയ്യും, സുപ്രീം കോടതി അന്വേഷണം നടത്തും. അപ്പൊ ആ അന്വേഷണം നടത്തുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ആ വ്യക്തിയെ തൽക്കാലത്തേക്ക് ആ സ്ഥാനത്ത് നിന്നും സസ്പെൻഡ് ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും. അങ്ങനെ ചെയ്യാൻ അധികാരമുള്ളത് ആർക്കെന്ന് ചോദിച്ചാൽ അത് ഗവർണർക്കാണ്. കേന്ദ്രത്തിന്റെ കേസിൽ ഈ ഒരു പോയിന്റ് ഞാൻ ആഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്.
കേന്ദ്രത്തിന്റെ കേസിലാണെങ്കിൽ അതിനകത്ത് ആൾക്കാരെ സസ്പെൻഡ് ചെയ്യാൻ, ആൾക്കാരെ മീൻസ് CIC ഏത് സമയത്താണ് സുപ്രീം കോടതി അന്വേഷണം നടത്തുന്ന ആ ഒരു കാലയളവിലേക്ക് താൽക്കാലികമായിട്ട് ആ വ്യക്തികളെ ആ സ്ഥാനത്ത് നിന്നും സസ്പെൻഡ് ചെയ്യാൻ അവിടെ ആർക്കായിരിക്കും അധികാരം? കേന്ദ്രത്തിന്റെ കേസില് രാഷ്ട്രപതിക്കായിരിക്കും അധികാരം കേട്ടോ. രാഷ്ട്രപതിക്കായിരിക്കും അവരെ സസ്പെൻഡ് ചെയ്ത് മാറ്റാനുള്ള അധികാരം. എന്നാൽ സംസ്ഥാനത്തിന്റെ കേസില് സസ്പെൻഷൻ, നീക്കം ചെയ്യുന്ന കാര്യമല്ല, സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം ആർക്കെന്ന് ചോദിച്ചാൽ അത് ഗവർണർക്കാണ്. മാറിപ്പോകല്ലോ കേട്ടോ. ഇവിടെയും കാലാവധി നേരത്തെ പറഞ്ഞതുപോലെ 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. 2019 ഭേദഗതിയിലൂടെയാണ് ആ കാലാവധി കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നത് പോലെ എന്നാക്കി മാറ്റിയത്. ഇവിടെ വാർഷിക റിപ്പോർട്ട് നൽകേണ്ടത് ആർക്കാണ്? സംസ്ഥാന സർക്കാരിനാണ്. മറ്റേടത്ത് കേന്ദ്ര സർക്കാരാണ്. ഇവിടെ ആരാണ്? അത് സംസ്ഥാന സർക്കാരാണ്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കണ്ടീഷൻ ആണ്. CICക്ക് പുനർനിയമനമില്ല. എന്നാൽ ICക്ക് ആരാകാൻ സാധിക്കും? CIC ആകാൻ സാധിക്കും. എന്നാൽ കാലാവധി, മൊത്തത്തിൽ കാലാവധി കൂട്ടുമ്പോൾ 5 വർഷത്തിൽ കൂടുതലാകാനും പാടില്ല എന്ന വ്യവസ്ഥ കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? എന്നാൽ നിലവിലെ നമ്മുടെ കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ നിലവിലെ സ്ട്രക്ചർ ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നോക്കിക്കേ, നമ്മുടെ CIC ആരാണ്? CIC ഹരി നായരാണ് കേട്ടോ. ഹരി നായരാണ് നമ്മുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. അപ്പൊ ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. അപ്പോ ഇവിടെ നമ്മള് നിയമപ്രകാരം എന്താ പറയുന്നത്? ഒരു CIC ഉണ്ടാകണം. 10ൽ കൂടാത്ത അല്ലെങ്കിൽ 10ൽ കവിയാത്ത ICമാരുണ്ടാകണം. അങ്ങനെയാണ് നമ്മൾ നിയമത്തിൽ പറയുന്നത്. ഓക്കെ, അങ്ങനെ നമ്മുടെ കേരളം നിശ്ചയിച്ച ഒരു സംഖ്യയാണ് ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ പ്ലസ് 1 2 3 4 5. ഓക്കെ, 5 പേര്. അങ്ങനെ മൊത്തത്തില് 6 പേരെയാണ് നമ്മുടെ സംസ്ഥാനം നിലവിൽ നിശ്ചയിച്ചിട്ടുള്ളത്. വേണമെങ്കിൽ എന്ത് ചെയ്യാം? 10ൽ കൂടാതെ ഇനിയിപ്പോ അടുത്ത വർഷം അടുത്ത ഒരു കമ്മീഷൻ രൂപീകരിക്കുമ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം? 7 ആക്കാം. അതൊക്കെ ഓരോ സംസ്ഥാനങ്ങളുടെ ആ ഒരു ഇതിൽ വിട്ടുകൊടുത്തിരിക്കുകയാണ്. എന്നാൽ എന്ത് ചെയ്യാൻ പാടില്ല? 10ൽ കൂടാൻ പാടില്ല. അത്രേ ഉള്ളൂ. അതാണ് കണ്ടീഷൻ. ഓക്കെ, അപ്പൊ കുറെ പേര് ചോദിച്ചോണ്ട് വരും നിലവിലെ കേരള വിവരാവകാശ കമ്മീഷനിലെ അംഗസംഖ്യ. അങ്ങനെ അംഗസംഖ്യ എന്ന് പറഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ഇതാണ് നമ്മളുടെ മനസ്സിലേക്ക് വരേണ്ടത്. ഒരു CIC ഉണ്ട് പ്ലസ് 5 പേര് ICമാരുണ്ട്. 1 2 3 4 5 ICമാരുണ്ട്. മുമ്പൊക്കെ ഇത് വേക്കന്റ് ആയിട്ട് കിടക്കും. ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ ഇത് വേക്കന്റ് ആയിരുന്നു. 2 പേര് മാത്രമേ, ഈ അബ്ദുൾ ഹക്കീം ഒക്കെ മാത്രം, KM ദിലീപും അബ്ദുൾ ഹക്കീം ഒക്കെ മാത്രമേ നേരത്തെ ഉള്ളായിരുന്നു. ബാക്കിയെല്ലാം വേക്കന്റ് എന്ന് പറഞ്ഞ് കിടന്നതായിരുന്നു. എന്നാൽ നിലവിൽ ആ പുതിയൊരു കമ്മീഷൻ കൊണ്ടുവന്നപ്പോഴത്തേക്കും അതിനകത്ത് ആൾക്കാരെ എല്ലാം മൊത്തത്തില് ഒക്കുപ്പൈ ചെയ്തിട്ടുണ്ട്. അപ്പം CICയുടെ പേരൊന്ന് പഠിച്ചേ. ഹരി നായരാണ്. ബാക്കിയുള്ള ICമാരുടെ പേരുകളൊന്ന് നോക്കി വെച്ചേക്കണേ. ഡോക്ടർ ശ്രീകുമാർ M ഉണ്ട്, ഡോക്ടർ A അബ്ദുൾ ഹക്കീം ഉണ്ട്, ഡോക്ടർ KM ദിലീപ് ഉണ്ട്, ഡോക്ടർ സോണിച്ചൻ P ജോസഫ് ഉണ്ട്, അഡ്വക്കേറ്റ് രാംകൃഷ്ണൻ TK ഉണ്ട്. ഇത്രയും പേരും കൂടെ ചേരുന്നതാണ് നമ്മുടെ നിലവിലെ കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് കൂടുതലും ഈ ഒരു ഏരിയാസിൽ നിന്നാണ് കൂടുതലും ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പൊ നല്ലതുപോലെ ശ്രദ്ധിച്ച് പഠിക്കുക. വിവരാവകാശ കമ്മീഷൻ എന്നുള്ള ടോപ്പിക്ക് നമുക്ക് കേരള ഗവേണൻസും വരുന്നതാണ്, അതുപോലെ തന്നെ നമ്മുടെ ഇമ്പോർട്ടന്റ് ആക്ട്സിലും വരുന്നതാണ്. അപ്പം 2 സബ്ജക്റ്റിലും കൂടി ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ ചോദിക്കാൻ കൂടുതൽ ചാൻസ് ആണ്. അവർക്ക് എന്തായാലും 5 മാർക്ക് വെച്ചിട്ട് 10 ക്വസ്റ്റ്യൻസ് ഇട്ടേ പറ്റത്തുള്ളൂ. അപ്പൊ ഈ 10 ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും ഫേസുകാർക്ക് എന്തായാലും ഉറപ്പായിട്ടും ഈ കമ്മീഷനിൽ നിന്നും എക്സാംസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് ഉണ്ടാകും. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തായാലും അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചിട്ട് അടുത്ത പരീക്ഷയ്ക്ക് പോകുക. ഓക്കെ, താങ്ക് യു.